നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അക്കാദമിക് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് സ്വന്തം അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. അമർത്യ സെൻ വരെ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. അക്കാദമിക് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മുടെ എക്സ്പെർട്ട് പാനലിൽ ഡോക്ടർ MN കാരശ്ശേരി ചേരുന്നു. അതോടൊപ്പം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJPയുടെ നേതാവാണ്. പ്രൊഫസർ TG ഒലീന ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവാണ് പ്രൊഫസർ TG ഒലീന. ഒപ്പം ഫക്രുദ്ദീൻ അലി റിസർച്ച് സ്കോളർ, രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം നമുക്ക് പ്രൊഫസർ TG ഒലീനയിലേക്ക് തന്നെ പോകാം. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഇതിൽ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അക്കാദമിക് സ്ഥാനങ്ങൾ ഒഴിഞ്ഞു പോകുന്നവരുടെ പട്ടിക തന്നെ നീളുകയാണ്. ഇപ്പോൾ ഡൽഹി IITയുടെ ഡയറക്ടർ രഘുനാഥ് ഷൗഗാങ്കർ പോയി. IIT ബോർഡ് ചെയർമാനും ശാസ്ത്രജ്ഞനുമായ അനിൽ കാക്കോദ്കർ ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തെ കാവ്യണിയിക്കുക എന്നത് മോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ഇദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. TG ഒലീന, താങ്കൾ എങ്ങനെയാണ് ഇതിനോട് ആദ്യമായി പ്രതികരിക്കുന്നത്? ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇതിൻ്റെ ഒടുവിലത്തെ കണ്ണിയാണ് നമ്മൾ അമർത്യ സെന്നിൻ്റെ രാജിയിൽ കാണുന്നത്. വാസ്തവത്തിൽ എല്ലാ അക്കാദമിക സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വർഗീയവാദികളെ തിരികെ കയറ്റുക എന്നുള്ള ഒരു നയസമീപനം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചായിരിക്കുന്നു. അതിൻ്റെ കേരളത്തിലെ ഒരു ഉദാഹരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. NBT ചെയർമാനായിരുന്ന സേതു എന്ന ഇന്ത്യ കണ്ട പ്രമുഖനായ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ നിയമന കാലാവധി പൂർത്തിയാക്കാനിരിക്കെയാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് പകരം ബൽദേവ് ശർമ്മ വരുന്നത്. ഇതിൻ്റെ ആദ്യപടി നമ്മൾ കാണേണ്ടത് ദീനനാഥ് ബത്രയുടെ പുസ്തകങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരുന്നു എന്നുള്ളതൊക്കെ അത്ര അപകടകരമായ സൂചനകൾ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, റിലയൻസ് ഹോസ്പിറ്റലിലെ ഉദ്ഘാടന ചടങ്ങിൻ്റെ വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പൗരധർമ്മത്തിൻ്റെ ശാസ്ത്രീയ ബോധത്തോടു കൂടിയുള്ള പൗരധർമ്മത്തെ അതിൻ്റെ കാവലാളായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിച്ച് നമ്മൾ കണ്ടതാണ്. വിഘ്നേശ്വരനായ ഗണപതിയുടെ ശിരസ് പ്ലാസ്റ്റിക് സർജറി എന്ന സങ്കേതം വളരെ മുമ്പ് തന്നെ പൗരാണിക ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യ കണ്ട പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ മുമ്പിൽ, ഇന്ത്യ കണ്ട പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിലാണ് ശാസ്ത്രീയമായ പൗരധർമ്മത്തിൻ്റെ അടിത്തറയിൽ വിശ്വസിക്കുന്ന ഭരണഘടനയുടെ കാവലാളായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. പക്ഷേ അതിന് തുടർച്ചയായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ ദേശാഭിമാനികളെന്ന് അവകാശപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ പിന്നീട് ഇന്ന് ആധുനിക ഇന്ത്യയിലെ രൂപപ്പെടുത്തിയിട്ടുള്ള മികച്ച നേട്ടങ്ങളെ, ശാസ്ത്രീയ സാങ്കേതികമായ എല്ലാ നേട്ടങ്ങളും ഭൂതകാലത്തുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുകയും അത്തരം ഒരു പൗരാണിക ബോധത്തിലേക്ക്, കപടമായ ഒരു പൗരാണിക ബോധത്തിലേക്ക് ഇന്ത്യൻ ജനതയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിനെയൊക്കെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ സൂചനകളാണ്. ഇതൊക്കെ ചില സൈനുകൾ, ചില സിഗ്നലുകളായിട്ടാണ് കാണേണ്ടത്. ഇതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് വലിയ ഗൗരവതരമായ രീതിയിൽ കോർപ്പറേറ്റ് നടക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളുടെ അടിമകളായ ദാസ്യ മനോഭാവമുള്ള ഇന്ത്യൻ ജനതയെ രൂപപ്പെടുത്തുക എന്നുള്ളത് ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് വർഗീയതയിലൂടെ ഇന്ത്യൻ ജനതയെ വിഘടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ നേരത്തെ തന്നെ, ഒരുപക്ഷെ കോളനി കാലഘട്ടത്തിൽ കോളനികൾ ഇന്ത്യയിൽ വിദഗ്ധമായി പരീക്ഷിച്ച് ഇന്ത്യയെ വിഭജിച്ച ഒരവസ്ഥയിലേക്ക് ഇന്ത്യ വീണ്ടും പോകുന്നു എന്നാണ് കാണേണ്ടത്. താങ്കൾ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ തന്നെ തലവനായിട്ട് നിയോഗിക്കപ്പെട്ടുള്ള YPS റാവു, അദ്ദേഹം ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന പുരാണേതിഹാസങ്ങളുടെ ചരിത്രപരത തെളിയിക്കാനുള്ള ഗവേഷണത്തിലാണ്. മാത്രമല്ല, ഇപ്പോൾ RSSന്റെ ഇതിഹാസ സങ്കല്പ യോജന അധ്യക്ഷൻ കൂടിയാണ് ഈ റാവു എന്ന് പറഞ്ഞാൽ. എല്ലാം മഹാഭാരതത്തിലും രാമായണത്തിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിജ്ഞാന ഉൽപാദനം എന്താണ് കാണുന്നത്? വിദ്യാഭ്യാസ പ്രക്രിയയിൽ വാസ്തവത്തിൽ കാണേണ്ടതിൻ്റെ മറുപുറം വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നാണ് കാണേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ പ്രക്രിയ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പ്രക്രിയയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നവീനമായ വിജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. നവീന വിജ്ഞാനത്തിൻ്റെ അടിത്തറ ശാസ്ത്രീയതയാണ്, യുക്തിബദ്ധതയാണ്, പൗരബോധമാണ്, അന്വേഷണാത്മകതയാണ്. എല്ലാം ഭൂതകാലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, എല്ലാ നേട്ടങ്ങളും ഭൂതകാലത്തുണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപുറം ഒരുതരം യുക്തിബോധം ഇനി ആവശ്യമില്ല, ഒരുതരം അന്വേഷണാത്മകത ആവശ്യമില്ല. പുതിയ എല്ലാ അന്വേഷണങ്ങളെയും കടക്കിൽ വെച്ച് മുറിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന വശം. കൂട്ടിച്ചേർത്തോട്ടെ, കാണേണ്ടത് ഇങ്ങനെയല്ല. ഇന്ത്യൻ ജനതയെ കപടമായൊരു പൗരാണിക ബോധത്തിലേക്ക്, ഒട്ടും ശാസ്ത്രീയമല്ലാത്തൊരു ദേശീയ ബോധത്തിലേക്ക് വേണ്ടത് ശാസ്ത്രീയമായൊരു ദിശാബോധമാണ് വേണ്ടത്. ആ ശാസ്ത്രീയ ദിശാബോധത്തെ അട്ടിമറിച്ചിട്ട് ഇന്ത്യൻ ജനതയെ വീണ്ടും വീണ്ടും കപടമായ ഒരുതരം ദാസ്യബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. നമ്മോടൊപ്പം BJPയുടെ നേതാവ് ശ്രീ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ചേരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ഹിന്ദുവിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ അവകാശം RSSന് ആരും പതിച്ചു നൽകിയിട്ടില്ല. IITകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ RSSനോടല്ല, അവിടുത്തെ വിദ്യാർത്ഥികളോടും അതിലൂടെ രാജ്യത്തിൻ്റെ ഭാവിയോടുമാണ് കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതല്ലേ? യാതൊരു സംശയമില്ലല്ലോ.
ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് തന്നെ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമാണ്. ഹിന്ദുത്വം ഇല്ലാതെ ഇന്ത്യക്കൊരു ഭാവിയില്ല. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ, ഈ രാഷ്ട്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, അസ്മിതയുടെ, ആത്മീകത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ ഈ അസ്മിതയും ആത്മീകവും വിസ്മരിച്ചുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥിയും ഇവിടെ യുവാവും ഇവിടെ ജനതയും ഇല്ല. ഇത് ലോകത്തുള്ള എല്ലാ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെ മതമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിസ്മരിക്കുന്ന സമീപനമാണ്. രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിസ്മരിച്ചുകൊണ്ടാണെങ്കിൽ പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ചാൽ പോരെ. എന്തിനാണ് ഇന്ത്യക്കാർ ഭരിച്ചത്? ഇന്ത്യക്കാർ ഭരിക്കുന്നത് ഇന്ത്യൻ അസ്മിതയും ഇന്ത്യൻ സ്വാതന്ത്ര്യവും ഇന്ത്യൻ സ്വത്വബോധവും ഒക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇന്ത്യൻ സ്വത്വബോധത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു കാരണവശാലും ഹിന്ദു സമൂഹത്തിനു വേണ്ടി, ഹിന്ദു കൺസെപ്റ്റിന് വേണ്ടി, സങ്കല്പത്തിനു വേണ്ടി, ഹിന്ദു സംസ്കാരത്തിനു വേണ്ടി, ഹിന്ദു പാരമ്പര്യത്തിനു വേണ്ടി കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് RSS. അതിനകത്ത് ഒരു സംശയവും വേണ്ട ആർക്കും. അല്ല, എന്റെ ചോദ്യം താങ്കൾക്ക് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ഞാൻ ചോദിച്ചത് RSSന്റെ റോളിനെ കുറിച്ചാണ് ചോദിച്ചത്. അതായത് മോദി സർക്കാരിന്റെ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ അമർത്യ സെൻ വരെയുള്ളവർ ഒഴിഞ്ഞു പോയിരിക്കുന്നു. രഘുനാഥ് ഷെവോഗാങ്കർ, അദ്ദേഹം IIT ബോർഡ് ചെയർമാൻ, IIT ഡയറക്ടറായിരുന്നു. IIT ബോർഡ് ചെയർമാനും ശാസ്ത്രജ്ഞനുമാണ് അനിൽ കാക്കോദ്കർ. ഒരുപാട് പേർ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തെ കാവ്യ അണിയിക്കുക എന്നതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ അസംതൃപ്തരായി അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ പുറത്തിറങ്ങി വന്നത്. അതിനെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ആ ചർച്ചയിൽ ഞാൻ അമർത്യ സെനിൽ തന്നെ തുടങ്ങാലോ. അമർത്യ സെൻ എന്തടിസ്ഥാനത്തിലാണ്? അമർത്യ സെൻ ഒരു കാരണവശാലും ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഇരുത്താൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അമർത്യ സെൻ 2006 ഡെയിലി ടെലിഗ്രാഫ് എന്ന് പറയുന്ന വെബ് പേജിൽ ഇന്ത്യയുടെ അസ്തിത്വം എന്ന് പറയുന്നത് ബ്രിട്ടീഷാണെന്നും അതുകൊണ്ട് ബ്രിട്ടീഷ് അസ്തിത്വം നിലനിൽക്കണം എന്ന് പറയുകയും കൂടാതെ ക്രൈസ്തവ ദർശനമാണ് യഥാർത്ഥ ദർശനം എന്ന് എഴുതുകയും ചെയ്ത ആളാണ് 2006 അമർത്യ സെൻ. സേതുവിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? സേതുമാധവൻ, സേതുവിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാൻ ആയിരുന്നല്ലോ, അദ്ദേഹത്തെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ അമർത്യ സെൻ, പ്രദീപ്, ഞാൻ സേതുവിനെ കുറിച്ച് അഭിപ്രായം പറയാം. ഞാൻ അമർത്യ സെനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് സേതുവിലേക്ക് എന്തിനാണ് പോകുന്നത്? അമർത്യ സെനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അങ്ങനെ 2007 അത് കഴിഞ്ഞ് 2007 വാസ്തവത്തിൽ അന്നത്തെ നിയമസഭയിൽ ആരാണ് ഈ അവിടുത്തെ നളന്ദ സർവകലാശാല വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞത്? നളന്ദ സർവകലാശാല തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞത് അബ്ദുൽ കലാമാണ്. അബ്ദുൽ കലാം പറഞ്ഞതനുസരിച്ചാണ് 2011 അദ്ദേഹത്തിനെ 2007 അദ്ദേഹത്തിനെ ചെയർമാനാക്കുന്നു. 2011 അദ്ദേഹം അതിൻ്റെ ചാൻസലർ ആവുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 5 ലക്ഷം രൂപയാണ് അദ്ദേഹം അതിൻ്റെ ശമ്പളമായിട്ട് സ്വീകരിച്ചത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. എന്നു മാത്രമല്ല, അബ്ദുൽ കലാമാണ് എഴുതിയത്. അബ്ദുൽ കലാം എഴുതിയ കത്തുണ്ടല്ലോ SM കൃഷ്ണയ്ക്ക്, അദ്ദേഹത്തെ വൈസ് ചാൻസലറാക്കിയത് ശരിയായില്ല. അദ്ദേഹത്തെ വൈസ് ചാൻസലർ ചാൻസലറാക്കിയത് ശരിയായില്ല. എന്നു മാത്രമല്ല, അദ്ദേഹത്തെ ചാൻസലർ പൊസിഷനിൽ നിന്ന് മാറ്റേണ്ടതാണെന്ന് ആദ്യമായി കത്തെഴുതിയത് അബ്ദുൽ കലാമാണ്. ഞാൻ ഡേറ്റ് അടക്കം പറയാം. 2012 ജൂലൈ മാസം 19-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ സംഭവം ഉണ്ടാവുന്നത്. 2011 ജൂലൈ മാസം 14-ാം തീയതിയാണ് അബ്ദുൽ കലാം കത്ത്. ഇതെല്ലാം നമ്മൾ ചർച്ചയുടെ ഒരു വേറെ തലത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കളിലേക്ക് ഉടൻ തിരിച്ചു വരാം. ശ്രീ ഫഖറുദ്ദീൻ അലി, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വസ്തുതാപരമായി 1, 2, 3 എന്ന് അക്കമിട്ട് പറയുന്നതിന് പകരം അക്കാദമിക് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം വർഗീയവൽക്കരിക്കുക അല്ലെങ്കിൽ സ്വന്തം അജണ്ട നടപ്പാക്കാൻ വേണ്ടി സംഘപരിവാർ സംഘങ്ങൾ വളരെ കൃത്യമായ അജണ്ട നടപ്പാക്കുന്നു എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല, നമ്മുടെ ഈ ക്രോസ് സെക്ഷൻ ഓഫ് പീപ്പിൾ, നമ്മുടെ ഈ അക്കാഡമിഷ്യൻസിൻ്റെ കണക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് പേർ അവരുടെ മെറിറ്റ് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. നമുക്കറിയാം, സവ്യസാചി ഭട്ടാചാര്യ, റോമില താപ്പർ, ഇർഫാൻ ഹബീബ് ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എന്ത് പറയുന്നു? അല്ല, ഇതിൻ്റെ ആദ്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തോട് പറയണം. ഇന്ത്യയുടെ ഭാവി ഹിന്ദുത്വം എന്ന് പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ. അത് പണ്ട് ഹിറ്റ്ലർ പറഞ്ഞതിൻ്റെ ഇന്ത്യ ജർമ്മനിയുടെ ഭാവി നാസിസമാണെന്ന്. അതിൻ്റെ അവസാനം നമ്മൾ 2ാം ലോക അവസാനത്തിൽ നമ്മൾ കണ്ടത് ലോക മഹാശക്തിയാണ് ജർമ്മനി ഒന്നും അല്ലാതായി മാറുന്നതാണ്. എന്ന് വെച്ചാൽ ജർമ്മനിയുടെ നാശം നാസിസത്തിലൂടെ ആയതുപോലെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഇന്ത്യ ഇവർ ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന പോലെയുള്ള സവർണ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയതും അതിനു മുമ്പ് വെസ്റ്റ് ഏഷ്യ എന്ന് വന്ന സെൻട്രൽ ഏഷ്യ എന്ന് വന്നിട്ടുള്ള നൊമാഡ്സ് ഈ രാജ്യത്ത് കീഴടക്കിയതും ഈ രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് വീണു, മറുവശത്ത് യുക്തിരഹിതമായിട്ടുള്ള സവർണ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഹിന്ദുത്വം എന്നുള്ള പേര് കൊടുക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നാശം തന്നെ ഈ ഹിന്ദുത്വം വഴിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം.
പിന്നെ നമ്മളെ പൊതുവായത് ഹിന്ദുത്വം ഒന്നല്ല. ആ കേസിന്റെ വിധി ഫൈനലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് സെറ്റപ്പ് ചെയ്യണമെന്ന് അവസാനത്തെ വിധി തന്നെ പറഞ്ഞതാണ്. നമ്മുടെ കാര്യത്തിന് അടുത്ത ഹിന്ദുയിസം ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് ജോഗ്രഫിക്കലായിട്ടുള്ള എൻറ്റിറ്റിയാണ്. അതിലിവിടെയുള്ള ക്രിസ്ത്യാനിയും പെടും, മുസ്ലിം പെടും, എല്ലാവരും പെടും. ഈ ജോഗ്രഫിക്കലായിട്ടുള്ള റീജിയൻ താമസിക്കുന്ന ഒരു പൊതുവായിട്ട് പൈതൃകം അവകാശപ്പെടുന്ന എല്ലാവരും അതിൽ പെടും. വർഗീയതയുടെ അധിനിവേശം എന്ന് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ അതിഥികളുമായുള്ള സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ പറയുന്നത്. IIT-കൾ പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയാണെന്ന് ഉള്ളൊരവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ RSSൻ്റെ മുഖപത്രം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഓർഗനൈസർ. സർക്കാർ നീക്കങ്ങൾക്കൊക്കെ എതിരെ IIT-കളിലും IIM-കളിലും എതിർപ്പ് ഉയരുന്നെങ്കിൽ അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് ഓർഗനൈസർ ആരോപിക്കുന്നു. അതുപോലെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത്, അതിനൊരു മാറ്റം വരണമെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു പ്രൊഫസർ ഒലീന? നമ്മൾ സംസാരിച്ചതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്, ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ കാതൽ നമ്മുടെ വൈവിധ്യമാണ്. അത് മതപരമായ വൈവിധ്യം, ആചാരങ്ങളിലെ വൈവിധ്യം, സംസ്കാരത്തിലെ വൈവിധ്യം, ഭാഷയിലെ വൈവിധ്യം. ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഈ മഹാസങ്കല്പമാണ് ഇന്ത്യയെ ഒരു ഫെഡറൽ രാജ്യമായിട്ട്, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ ജനാധിപത്യപരമായി നിലനിർത്തുന്നതെന്ന് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ സംസാരിച്ച അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറയുകയുണ്ടായി ഹിന്ദുത്വം എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ അതിൻ്റെ മറുഭാഗം കാണേണ്ടത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത സംസ്കാരം പുലർത്തുന്നവർ, വ്യത്യസ്തമായ ആചാരമര്യാദകൾ ജീവിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുള്ള ഒരു രാജ്യത്ത് അത് മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് മതചിന്തയിൽ മാത്രമല്ല ഭാഷയിൽ, വേഷത്തിൽ, നമ്മളെ ഭക്ഷണ രീതികളിൽ ഉൾപ്പെടെ വിഭജിച്ചുകൊണ്ട്, ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഭരിക്കാനുള്ള ഒരു ഉപാധിയാണ്, അതിൻ്റെ ഒരു തുറുപ്പുചീട്ടാണ് ആദ്യം വെക്കുന്നത്. അതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് ഭക്ഷണ രീതിയിൽ, ഇന്ത്യയിൽ വിവിധ തരം ഭക്ഷണ രീതികൾ നിലനിൽക്കുന്നിടത്ത് ചില ഭക്ഷണ രീതി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് നിരോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ കാണേണ്ടതുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ത്യൻ ജനതയെ വിഭജിക്കുക എന്നുള്ള വലിയൊരു അജണ്ട ഇതിന്റെ ഭാഗത്തുണ്ട്. അതിന് കാരണം അതിന് തുടർച്ച പറയേണ്ടതുണ്ട്. അത് അവിടെയാണ് കാതലായ വിഷയം. കോർപ്പറേറ്റുകളെ എതിർക്കാനുള്ള, കോർപ്പറേറ്റ് അജണ്ട എതിർക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ മനോവീര്യത്തെ കെടുത്തിക്കൊണ്ട് ഒരു ദാസ്യ മനോഭാവം ഉണ്ടാക്കിയെടുക്കാനുള്ള അടിസ്ഥാന ഇടപെടലാണ് വാസ്തവത്തിൽ ഈ വൈവിധ്യത്തെ തകർക്കുക എന്നുള്ളത്. അങ്ങനെ കൂടി അതിനെ കാണേണ്ടതുണ്ട്. കേവലം മതവൽക്കരണമെന്നോ കേവലം വർഗീയത എന്നോ മാത്രം പറഞ്ഞുകൊണ്ടല്ല ഇതിനെ കാണേണ്ടത്. ഇന്ത്യൻ ജനതയെ ദാസ്യരാക്കി മാറ്റാനുള്ള ഒരു തരം ചെറുത്തു നിൽപ്പുകൾക്കും സാധ്യമല്ലാത്ത വിധത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് മാത്രമല്ല, പൗരാണിക അടിമബോധത്തിലേക്ക്, ഒരു ദാസ്യ മനോഭാവം. ഡോക്ടർ M.N. കാരശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. കാരശ്ശേരി മാഷേ, അക്രമാസക്തമായ വർഗീയതയും അല്ലെങ്കിൽ അധിനിവേശവും രാജ്യത്തെ സമുന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ പോലും തുടർച്ചയായി പ്രയോഗിക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇത് എത്രമാത്രം അപകടകരമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും? ചുരുക്കി ഇതിലിപ്പോ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ കാലത്ത് മതം, കച്ചവടം, രാഷ്ട്രീയം ഇത് മൂന്നും കൂടി ഒന്നായിരിക്കുന്നു. അത് മിക്ക സംസ്ഥാനങ്ങളിലും അത് കാണാം, മിക്ക പാർട്ടികളിലും അത് കാണാം, മിക്ക മതവിഭാഗങ്ങളിലും കാണാം. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇത് രാഷ്ട്രീയമാണോ, ഇത് മതമാണോ, ഇത് കച്ചവടമാണോ എന്ന് നമുക്ക് വകതിരിച്ച് മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഇതുകൊണ്ട് ഈ തരത്തിലാണ് ഇപ്പോ വിദ്യാഭ്യാസം, ചരിത്രരചന, സാഹിത്യരംഗം തുടങ്ങിയുള്ള എല്ലാ മേഖലകളെയും ഇപ്പോ രാഷ്ട്രീയക്കാര്, വിശേഷിച്ച് BJP കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി സംസ്കാരമാണ് എന്ന് അതിന്റെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. അത് മുസോളിനി ആണെങ്കിലും ഹിറ്റ്ലർ ആണെങ്കിലും ഒക്കെ അവര് സംസ്കാരത്തെയാണ് ആദ്യം ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഹിറ്റ്ലറുടെ മെയിൻ കാഫ് എന്നുള്ള ആത്മകഥയിലുള്ള ഒരു ആശയമാണ് യഹൂദന്മാരായ ചെറുപ്പക്കാര് നമ്മുടെ ആര്യ വിഭാഗത്തിലെ പെൺകുട്ടികളെ വശീകരിക്കും എന്നുള്ളത്. അതാണ് ഇപ്പൊ ഇവിടെ ലവ് ജിഹാദായിട്ട് വരുന്നത്. അപ്പൊ പ്രണയം എന്നുള്ള ഒരു സാധനം തന്നെ കുറ്റകൃത്യമാണ് എന്ന തരത്തിൽ വരും. ഇതുപോലെ ഭാഷ, സാഹിത്യം, ചരിത്രം, സിനിമ, എല്ലാ രംഗങ്ങളും, അതായത് സംസ്കാരത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും അതിനെ മതവൽക്കരിക്കുകയും അതിനെ കച്ചവടവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഫാസിസം അതിന്റെ ചുവടുകൾ ഉറപ്പിക്കുന്നത്. അതിന്റെ പല തരത്തിലുള്ള രൂപഭേദങ്ങളാണ്
നമ്മളിപ്പോ സിനിമാ രംഗത്താണെങ്കിലും ചരിത്ര നിർമ്മാണ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല മാഷേ, സ്വാഭാവികമായി വരുന്നൊരു ചോദ്യം, അതായത് ഏതൊരു രാഷ്ട്രീയ സംഘടനയും അവർക്ക് അധികാരം കൈവരുമ്പോൾ അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ കാണുമ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? ഏറ്റവും അധികം മാൻഡേറ്റ് ലഭിച്ച് ഇന്ത്യയിൽ വലിയ ഭരണ കക്ഷിയായിരിക്കുന്ന BJP ആണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അവരാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ല, ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോ അല്ലെങ്കിൽ ഒരു മുന്നണി അധികാരത്തിൽ വരുമ്പോ അവരോട് ചായ്വുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ നിയമിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ബഹുമാനോ ബഹുമതിയോ അവാർഡോ കൊടുക്കുന്നു. ഇതൊക്കെ സാധാരണഗതി ജനാധിപത്യത്തിന്റെ ദൗർബല്യങ്ങളിൽ പെട്ടതാണ്. ഇതിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പം എന്താന്ന് വിചാരിച്ചാല്, നമ്മുടെ എല്ലാ തരത്തിലുള്ള പുരോഗതിയെയും നമ്മുടെ ജനാധിപത്യ ബോധത്തെയും തന്നെ നശിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. 7000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ വിമാനമുണ്ടായിരുന്നു എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇവർക്ക് വേണ്ടത്. ഒറ്റ കാര്യം എടുത്താൽ മതി. അപ്പൊ ചരിത്രം എന്താണ്, ശാസ്ത്രം എന്താണ്, ഐതിഹ്യം എന്താണ്, പുരാവൃത്തം എന്താണ്, മിത്തോളജി എന്താണ് എന്നുള്ളതൊക്കെ മാറി മറിഞ്ഞു പോവാണ്. നമ്മുടെ ജനതയുടെ, നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ യുക്തിചിന്ത, ശാസ്ത്രീയ ബോധം, ചരിത്രബോധം ഒന്നും തിരിയാതെയാവും. അതായത് ഇപ്പൊ എല്ലാം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ക്ലോണിംഗ്. അല്ല മാഷോട്, ഡോക്ടർ MN കാരശ്ശിയോട് ചോദിക്കാനിരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്നോണമാണ് താങ്കൾ ഇത് പറഞ്ഞത്. അതായത് പുരാണത്തെ ചരിത്രമാക്കി മാറ്റുന്ന വല്ലാത്തൊരു വിചിത്രമായ ഒരു അവസ്ഥ എത്രമാത്രം അത് സാധിച്ചെടുക്കാൻ സാധിക്കും? അത് എന്താ വെച്ചാൽ, ഇത് സ്റ്റോറിയാണ്. പുരാണം എന്ന് പറയുന്നത് ഹിസ്റ്ററി അല്ല. സ്റ്റോറി തന്നെയാണ് ഹിസ്റ്ററി, ഹിസ്റ്ററി തന്നെയാണ് സ്റ്റോറി. ഇപ്പോ പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളം എന്ന് ഉള്ളത് ചരിത്രമായിട്ട് പഠിപ്പിക്കുകയും പഠിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ജനതയ്ക്ക് എവിടെയാണ് മോചനം ഉണ്ടാവുക? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മൾ ജനാധിപത്യത്തിന്റെ കാലത്ത് ദൂരീകരിച്ചു എന്ന് പറഞ്ഞ് മുഴുവൻ മടങ്ങി വന്നു. പുതിയ ധാരാളം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായി. ഇപ്പൊ കേരളത്തിലെ ഒരു ഒറ്റ കാര്യം പറഞ്ഞാല്, ഒരു പ്രത്യേക ദിവസം എന്താണ്, സ്വർണം വാങ്ങിയാൽ അന്ന് ഐശ്വര്യം ഉണ്ടാവും എന്നിപ്പോ ഒരു അന്ധവിശ്വാസം കേരളത്തിൽ നടപ്പായി കഴിഞ്ഞു അല്ലേ? ഈ തരത്തിൽ, അതായത് ഇപ്പൊ നമ്മള് ജാതകം അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ഒരു അവസ്ഥ, ഏതാണ് മതം, ഏതാണ് കച്ചവടം, ഏതാണ് രാഷ്ട്രീയം നോക്കിയാൽ കാണില്ല. ഒരു നിമിഷം മാഷെ, ഒരു ഇടവേള കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ശ്രീ ഡോക്ടർ MN കാരശ്ശേരി പറഞ്ഞ പോലെ വിമാനത്തിന്റെ ആരൂഢം പുരാണത്തിലാണ്. ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തിയത് ഗണപതിക്കാണ്. അതോടൊപ്പം ടെസ്റ്റ് ട്യൂബ് ശിശു പുരാണത്തിൽ ഉണ്ടായത് ഇന്ത്യൻ പുരാണത്തിൽ നിന്നാണ്. അതെല്ലാം ചരിത്രമായി മാറുന്ന ഒരു കാലഘട്ടം. വർഗീയതയുടെ അധിനിവേശം എന്ന തലക്കെട്ടിൽ അക്കാദമിക് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് സ്വന്തം അജണ്ട നടപ്പാക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അതിതീവ്രമായ ശ്രമത്തിലാണ് എന്നുള്ള വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ BJPയുടെ സമുന്നതനായ നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ പാനലിൽ പറയാനുണ്ടെന്ന് നമുക്കറിയാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനിലേക്ക്. പ്രദീപേ, ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കൊരു അല്പം നിങ്ങൾ സമയം തരണം. കാരണം എല്ലാവരും ചോദിക്കുക, എല്ലാവരോടും ചോദ്യം ചോദിക്കുക, എല്ലാവരും BJPക്കും എതിരെ പറയാ. എനിക്ക് സംസാരിക്കാൻ സമയം തരുന്നില്ല. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. അമർത്യാസന്റെ കാര്യത്തിൽ 2014 ജൂലൈ മാസം 19-ാം തീയതി നളന്ദ സർവകലാശാലയുടെ രണ്ടാമത്തെ ആ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. 41 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം വന്നത്. രണ്ടാമത്തെ കാര്യം, 2014 വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മോഡി ഇന്ത്യക്ക് വേണ്ട. മോഡി ഇന്ത്യക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വൈസ് ചാൻസലറായിട്ട് ഇരിക്കാൻ യോഗ്യതയില്ല, ഉണ്ടോ ഇല്ലയോ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ആരോപണം വരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ശിവശങ്കര മേനോൻ, ഇന്ത്യയുടെ ഉപദേഷ്ടാവ്, രാജ്യരക്ഷാ സുരക്ഷാ ഉപദേഷ്ടാവ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക ഓഡിറ്റർ ജനറൽ കൊണ്ടുവന്നിട്ടുള്ള, ഓഡിറ്റർ കൺട്രോൾ കൊണ്ടുവന്നിട്ടുള്ള ഡീറ്റെയിൽസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മോറോവർ, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു പ്രദീപേ. 2015 ഫെബ്രുവരിയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. അതുമാതിരി സേതു പോയപ്പോൾ ഞങ്ങൾ പിരിച്ചുവിട്ടല്ല സേതുവിനെ. സേതു എന്താ പറഞ്ഞത്? എൻ്റെ കാലാവധി കഴിഞ്ഞു, ഇത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, അതുകൊണ്ട് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് ഞാൻ മാറുന്നു. ഞാൻ ചോദിക്കട്ടെ, CPM അധികാരത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു കോൺഗ്രസ്സുകാരൻ സാഹിത്യ അക്കാദമിയിൽ പ്രസിഡന്റ് ആയിട്ടുണ്ടോ, സെക്രട്ടറി ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ലളിതകലാ അക്കാദമിയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ചാൻസലർമാരായിട്ടോ വൈസ് ചാൻസലർമാരായിട്ടോ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ CPM വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആവാം,
ഇല്ല, അങ്ങനെ സാമാന്യവൽക്കരിക്കരുത് ഡോക്ടർ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. അതായത് അടൂർ ഗോപാലകൃഷ്ണനെ പോലൊരു വെറ്ററൻ സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു തലതൊട്ടപ്പനായ ആളാണ് ഇത്തവണ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി വരാനിരുന്നതെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. അവിടെയാണ് RSSന്റെ പ്രചാരകനായ ഒരു സീരിയൽ നടനെ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചത്. അല്ല പ്രദീപേ, സാംസ്കാരിക ഫാസിസത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറയുന്നത് സക്കറിയെ ചവിട്ടിയ ഡിവൈഎഫ്ഐക്കാരെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. ഒരു കവിത എഴുതിയതിന് ഉമേഷ് ബാബുവിനെ തല്ലിയ ഡിവൈഎഫ്ഐക്കാരെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. സക്കറിയ എന്ത് തെറ്റാ ചെയ്തത്, ഉമേഷ് ബാബു എന്ത് തെറ്റാ ചെയ്തത്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പം എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചു ഭാരതത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച്. ആ വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഭാരതത്തിൻ്റെ വൈവിധ്യത്തിലെ ഏകത്വം എന്താ? വൈവിധ്യത്തിലെ ഏകത്വം എന്ന് പറയുന്നത് സംസ്കാരമാണ്. അത് ഞാൻ പറഞ്ഞതല്ല, കെ ദാമോദരൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ കുറച്ച് സമയമുള്ളൂ. ശ്രീ ഫക്രുദ്ദീൻ അലിക്കും കൂടി ഒരു കാര്യം നമുക്ക് ഒരു റൗണ്ട് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് ഈ വൈവിധ്യത്തിന്റെ ഏകത്വം എന്നുള്ളത് നമ്മുടെ ഒരു ജനാധിപത്യ ബോധവും സഹിഷ്ണുതയാണ്. അതല്ലാതെ ഇവർ പിന്നെ പറഞ്ഞല്ലോ CPM അവരുടെ ആളുകൾ കൊണ്ടുവന്നു, കോൺഗ്രസ് ഞങ്ങളെ ആളുകളെ കൊണ്ടുവന്നു. ഇതിനെ നമ്മൾ എതിർക്കാത്ത എന്തുകൊണ്ടാണ്? ഇവരെ നമ്മുടെ സാമാന്യ ബോധത്തെ കൊഞ്ഞനം കുത്തുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയാണ് പിന്നെ വിമാനം കണ്ടുപിടിച്ചത്, ആദ്യത്തെ ഈ പ്ലാസ്റ്റിക് സർജറി ഗണപതിൻ്റെ പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറയുന്ന ആളുകളല്ല. അത് നമ്മുടെ സാമാന്യ ബോധത്തെ കൊഞ്ഞനം കുത്താത്തതുകൊണ്ടാണ് നമ്മളത് പിന്നെ വിമർശിക്കാത്തത്. ഇത് സാമാന്യ ബോധത്തെ കുഞ്ഞനം കുത്തും. മൂന്നാമത്തെ കാര്യം, ഉമേഷ് ബാബുവിന് ഇന്ന് തല്ലിയില്ലല്ലോ, ഇന്ന് തല്ലിയാൽ നമ്മളെ എതിർക്കും. ഇപ്പോൾ ഉള്ള നമ്മളെ ഒറ്റ വാചകത്തിൽ, അതായത് താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേറ്റ് വൽക്കരണമാണ്. കാവ്യവൽക്കരണമല്ല, അതിന്റെ മറവിൽ കോർപ്പറേറ്റ് വൽക്കരണം ഇന്ത്യയിൽ അക്കാദമിക രംഗത്തും കൂടെ വരുന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അതിനോട് കൂട്ടിച്ചേർക്കണം ഒറ്റ വാചകത്തിൽ. ഒറ്റ കാര്യം മാത്രം. UGC ഈ ഏപ്രിൽ 10-ാം തീയതി തൊട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി UGC മുന്നോട്ട് വെച്ചൊരു സർക്കുലർ ഉണ്ട്. ഇന്ത്യയിലെ മുഴുവൻ കോളേജുകളിലും, ഇന്ത്യയിലെ മുഴുവൻ സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിലും CBCS നടപ്പിലാക്കുന്നു. മാത്രമല്ല ഇന്ത്യക്ക് മുഴുവൻ ഒരു കരിക്കുലവും ഒരേ സിലബസിൽ വേണമെങ്കിൽ 20% മാറ്റം ഉണ്ടാകാം. ഭാഷാ പഠനം അതിൻ്റെ ഒരു 19 വിഷയങ്ങളുടെ മാതൃകാ സിലബസ് UGC അതിൽ സർക്കുലർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 19 വിഷയങ്ങളുടെ മാതൃകാ സിലബസ് അതിൽ വെച്ചിട്ടുണ്ട്. ഭാഷാ പഠനം തീരെ ഇല്ലാതാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇലക്ടീവ്സും കോറും മാത്രമായിട്ട് തിരിയുന്നു എന്നുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലയിൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അടിസ്ഥാനം വിജ്ഞാനോൽപാദനമാണെന്ന് നമ്മളൊക്കെ കരുതുന്നു. നേരത്തെ പറഞ്ഞ അതേ ആശയത്തിലേക്ക് വീണ്ടും വരുന്നു. ഇന്ത്യ മുഴുവൻ ഒരു കരിക്കുലവും ഇന്ത്യ മുഴുവൻ ഒരേപോലുള്ള സിലബസും പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് മറുന്യായം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിലിറ്റി എന്നാണ് പറയുന്നത്. ഈ ഫ്ലെക്സിബിലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ട് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നേരത്തെ പറഞ്ഞ വൈവിധ്യം ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ഒക്കെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ച ഫാസിസത്തിന്റെ സൂചനകൾ, ആ സിഗ്നലുകൾ ചെന്നെത്തി നിൽക്കാൻ പോകുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിപത്തിന്റെ സൂചനയാണ് അതെന്ന് മാത്രമാണ്. നമുക്ക് ഈ ചർച്ച ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് ചർച്ച ചെയ്യാനുണ്ടെന്ന് അറിയാം. സമയപരിമിതി പോലെ നിർത്തുകയാണ്. രാജ്യത്തെ സമുന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അധിനിവേശം എന്ന് ഉപയോഗിക്കാവുന്ന വാക്കിന് അന്വർത്ഥമാക്കുന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ, ചരിത്ര നായകർ, വിദ്യാഭ്യാസ വിചക്ഷണരെല്ലാം പുറത്തേക്ക് പോകുന്നത് വിവാദമായിരിക്കുന്നു. ഒരുപാട് പ്രതിഷേധങ്ങൾ വരുന്നു. പക്ഷേ അതിനെ ന്യായീകരിച്ചുകൊണ്ട് BJPയും നിലപാടുകൾ ആവർത്തിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇനിയൊരു ഇടവേള. വളരെയധികം നന്ദി ഡോക്ടർ MN കാരശ്ശേരി, ഒപ്പം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, BJP നേതാവ്, പ്രൊഫസർ AG ഒലീന, ഫക്രുദ്ദീൻ അലി.